2025 എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് കഴിഞ്ഞ വർഷം ചെയ്ത ഒരു മിസ്റ്റേക്ക് പോലും ഞാൻ ഈ വർഷം റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ എഫേർട്ട് കൊണ്ട് മാത്രം ഞാൻ ഈ 12 മന്ത്സിൽ അച്ചീവ് ചെയ്ത കുറച്ച് പ്രൗഡ് മൊമെന്റ്സ് ഉണ്ട്. ജനുവരി ഞാൻ നാട്ടിൽ പോയി എന്റെ ഫാമിലി ആയിട്ട് കുറെ ഡേയ്സ് ടൈം സ്പെൻഡ് ചെയ്തു. അവിടുന്നായിരുന്നു ഈ വർഷത്തെ എന്റെ തുടക്കം. സെക്കൻഡ് മന്തിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാൾ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നു. ഇപ്പൊ അത് കല്യാണം വരെ എത്തി നിൽക്കുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മാർച്ചിൽ ഞാൻ എന്റെ ഡ്രീം ജോബ് അച്ചീവ് ചെയ്തു. ഫിനാൻഷ്യലി എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റേബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. സോഷ്യൽ മീഡിയയിൽ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഒരു നല്ല കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ സാധിച്ചു. എന്റെ വീട്ടിലെ കഴിഞ്ഞ 2 വർഷത്തെ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് കോട്ടയത്ത് തന്നെ ഒരു പുതിയ വീട് അങ്ങ് വാങ്ങിച്ചു. പിന്നെ അച്ചീവ് ചെയ്തത് ഞാൻ യുഎയിൽ ഇരുന്നുകൊണ്ട് തന്നെ നാട്ടില് ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു. എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 15 കാര്യങ്ങളിൽ 14 കാര്യങ്ങളും ഞാൻ ചെയ്തു തീർത്തു. ഈ വർഷം എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു വിചാരം നിർത്തി ഞാനത് ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടി മനസ്സറിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്തു. ഇനി വരുന്ന വർഷം 2026 നിങ്ങളുടെ ലൈഫിലും ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.